ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം വിനാശകരമായ ഒരു അഗ്നിവർഷത്തിനാണ് ഇസ്രായേലിലെ ദിമോണ സാക്ഷ്യം വഹിച്ചത്. ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് 10,000-കണക്കിന് അടി ഉയരത്തിൽ നിന്ന് കൂറ്റൻ ഉൽക്കകൾ വന്ന് പതിക്കുന്നതുപോലെയുള്ള ഭീകര ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ അത്യാധുനിക മിസൈലുകൾ ആകാശത്തെ കീറിമുറിച്ച് ഇസ്രായേലിന്റെ നെഞ്ചിലേക്ക് തുളച്ചുകയറുകയായിരുന്നു. ഇസ്രായേലിന്റെ അഹങ്കാരമായിരുന്ന അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടത്. ഓരോ മിസൈലും ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടായ പ്രകമ്പനം കിലോമീറ്ററുകളോളം ദൂരേക്ക് അനുഭവപ്പെട്ടു. വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ആണവ ഗവേഷണ കേന്ദ്രത്തിന് തൊട്ടടുത്ത് നടന്ന ഈ മിസൈൽ വർഷം ഇസ്രായേൽ സൈന്യത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. മിസൈൽ വേഗതയിൽ ആകാശത്തു നിന്ന് തീ തുപ്പി വന്ന മിസൈലുകൾ തടയാൻ ഇസ്രായേലിന്റെ ഒരൊറ്റ പ്രതിരോധ സംവിധാനത്തിനും കഴിഞ്ഞില്ല. ദിമോണ നഗരം ഒന്നടങ്കം വിറച്ചുപോയ നിമിഷങ്ങളായിരുന്നു അത്. പശ്ചിമേഷ്യൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടന്നുവെന്നതിന്റെ തെളിവാണ് CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വീഡിയോ ദൃശ്യങ്ങൾ. ഇസ്രായേലിന്റെ സുരക്ഷാ കവചങ്ങൾ തകർന്നടിയുന്ന കാഴ്ച ലോകത്തെ തന്നെ അമ്പരപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ അതീവ സുരക്ഷാ മേഖലയായ ദിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. CNN പുറത്തുവിട്ട വീഡിയോ റിപ്പോർട്ടിൽ ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. രാത്രികാലത്ത് നടന്ന ഈ ആക്രമണം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ മറ്റൊരു ഭീകരമുഖമാണ് തുറന്നു കാണിക്കുന്നത്. സാധാരണഗതിയിൽ ശത്രു മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാറുള്ള ഇസ്രായേലിന്റെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്തവണ പിഴച്ചതായിട്ടാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ 2 സ്റ്റേജ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ അതിവേഗത്തിൽ അന്തരീക്ഷം പിളർന്ന് താഴേക്ക് പതിക്കുന്നത് വീഡിയോയിൽ കാണാം. മിസൈലുകൾ ഭൂമിയിൽ പതിക്കുന്ന നിമിഷം വലിയ അഗ്നിഗോളങ്ങൾ ഉയരുന്നതും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പ്രദേശം പ്രകമ്പനം കൊള്ളുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ദിമോണ നഗരത്തിലെയും സമീപത്തെ അരാധിലെയും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ മിസൈലുകൾ കൃത്യമായി പതിച്ചു. പ്രതിരോധ മിസൈലുകൾ ആകാശത്ത് വെച്ച് ഇവയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലതും ലക്ഷ്യം കാണുകയായിരുന്നു. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വന്ന വൻ മാറ്റമാണ് ഈ ആക്രമണം തെളിയിക്കുന്നത്. മിസൈലുകൾ താഴേക്ക് പതിക്കുന്ന വേഗതയും അവയുടെ സഞ്ചാരപാതയും നോക്കുമ്പോൾ ഇവയെ തടയുക എന്നത് നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അസാധ്യമായിരുന്നുവെന്ന് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ ഇത്രയധികം മിസൈലുകൾ നേരിട്ട് പതിക്കുന്നത്. ആകാശത്ത് വിരിഞ്ഞ അഗ്നിപ്പൂക്കൾ പോലെയായിരുന്നു ആ കാഴ്ച. പക്ഷേ അത് വിതച്ചത് വൻ നാശമാണ്. ഞങ്ങളുടെ റഡാർ സംവിധാനങ്ങൾക്ക് പോലും പിടികൊടുക്കാത്ത വേഗതയിലായിരുന്നു ചില മിസൈലുകളുടെ വരവ്. ഒരു ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ലോകം ഉറ്റുനോക്കുന്നത് ദിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിലേക്കാണ്. മിസൈലുകൾ ഈ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് പതിച്ചതെന്ന വാർത്തകൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മിസൈലുകൾ നേരിട്ട് ആണവ റിയാക്ടറിന് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ആക്രമണത്തിന്റെ വ്യാപ്തി ഇതിലും വലുതാണെന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇനി ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണെന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഇസ്രായേലിന്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള ദിമോണ, അരാദ് നഗരങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടവും നിരവധി പേർക്ക് പരിക്കും 3 ആഴ്ചയോളം നീണ്ട ഈ ഒരു യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ നേരിട്ട് പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ഇസ്രായേലിലെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദിമോണയും അരാദും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. 2 സ്റ്റേജ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ പ്രയോഗിച്ചത്. ഇതോടെ ഇറാന്റെ മിസൈൽ ശേഷി അത്യാധുനികമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്.